ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടുണ്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മളിത് കുറച്ച് ദിവസം മുന്നേ പോയേക്കണ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഇടാൻ ലേറ്റായി പോയി, എഡിറ്റൊക്കെ ചെയ്ത് ഇടണമല്ലോ, സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അത് കാരണം ഇടാൻ ലേറ്റായി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തിക്ക് സൂര്യാസ്തമയം ആവാറായിരുന്നു കേട്ടോ. സൂര്യാസ്തമിക്കാറായ ടൈമായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിപ്പിക്കും. അത് കഴിഞ്ഞതേ പിള്ളേരാണെന്നുണ്ടെങ്കിലോ കടൽ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. തുമ്പിയും കൂട്ടാപ്പിയും ആദ്യമായിട്ട് കടലിലേക്ക് പോണതാണ് കേട്ടോ. അപ്പോഴേ അവരെല്ലാം അവിടെ ഓടിക്കളിക്കൽ, മണ്ണ് വാരൽ, മണൽ വാരൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടുപേരോട് നിൽക്കാനൊന്നും പറയാണ്ട് നിൽക്കുമെന്നല്ലായിരുന്നു. അവർ ഫുൾ ടൈം ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ തല നനയ്ക്കില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെ തിരമാല വരുമ്പോൾ അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. പ്രത്യേക തരം വൈബായിരുന്നു കേട്ടോ. നമ്മുടെ കടലിൽ അവിടെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീച്ചിലൊക്കെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സുഖമാണ് കേട്ടോ. നല്ല കാറ്റും അതേമാതിരി തന്നെ ചെറുതായിട്ടൊരു തണവും കുറേ ആൾക്കാരെയൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക സുഖമാണ് കേട്ടോ അവിടെ ചെന്നിരിക്കുന്നത്. തിരമാല എണ്ണിയിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് ശാന്തമായിട്ട് ഇരിക്കും കേട്ടോ. നമ്മളവിടേക്ക് പോയിരിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോഴേ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തിരമാലകൾ ഭയങ്കരമായിട്ട് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ പോലീസുകാർ വന്ന് വിസിലടിച്ചു തുടങ്ങിയായിരുന്നു. എല്ലാവരും കയറാൻ പറഞ്ഞ്, വെള്ളത്തിലേക്ക് നിൽക്കണ്ടെന്നും പറഞ്ഞ് കയറാൻ പറഞ്ഞ് വിസിലടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പിള്ളേരെയൊക്കെ വിളിച്ച് കയറ്റിയായിരുന്നു. തലയൊക്കെ നന്നായി തുടച്ച് വേറെ ഡ്രസ്സൊക്കെ മാറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സൂര്യൻ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് അസ്തമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട അസ്തമയമൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ. ഫുള്ളും നല്ല ചോർന്ന മഴയൊക്കെ ആയിട്ട് സന്ധ്യ ആകും തോറും തിരമാലകൾ ഇങ്ങനെ കൂടി 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 വരായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ. പിള്ളേരൊക്കെ നന്നായി ആസ്വദിച്ചായിരുന്നു കേട്ടോ. സന്ധ്യ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവരുടെ കയ്യിൽ തലയിൽ വെക്കണ കിരീടം, അതേമാതിരി തന്നെ ലൈറ്റുള്ള കണ്ണാടുകൾ, അങ്ങനെ കുറേ പീപ്പികൾ ലൈറ്റുള്ളത്, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലൈറ്റ് അവർ ബാറ്ററി ഓൺ ചെയ്ത് വെച്ചേക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടി. അവിടെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതടയ്ക്കാണ്ട് ലൈറ്റുകൾ, കുട പോലത്തെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ കൈക്കൊട്ടിക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൈക്കൊട്ടിക്കളിയൊക്കെ കുറേ നേരം കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു അപ്പാപ്പം കുത്തിന്ന് പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറേ ആൾക്കാർ പട്ടം പറത്തണമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പോൾ അത് കുറേ നേരം ഞാൻ നോക്കി നിന്നായിരുന്നു കേട്ടോ. സന്ധ്യ ആവുന്നതോറും അവിടെ ആൾക്കാരുകളുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേമാതിരി തന്നെ പിന്നെ കടലിലേക്ക് ആരും ഇറങ്ങാനുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ പോലീസുകാർ വന്ന് റിബണൊക്കെ കെട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൈക്കൊട്ടികളെയൊക്കെ കണ്ട് നന്നായി അവിടെ നിന്ന് ആസ്വദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 2 കുഞ്ഞു പിള്ളേർ കൈക്കൊട്ടികളി കളിക്കണതാണ്. എന്ത് രസമായിരുന്നു എന്നറിയോ. അവരുടെ ഫുള്ള് വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാത്ത പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാൻ ടാറ്റാ.